ഹായ്, നമ്മളിന്നൊരു വഴുതനങ്ങ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 4 വഴുതനങ്ങ എടുത്ത് ഞാൻ വട്ടത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം. ഇതിനായിട്ട് 2 സ്പൂൺ മുളക് പൊടി, അര സ്പൂൺ ഉപ്പ് പൊടി, അര സ്പൂൺ കുരുമുളക് പൊടി, അര സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ അരിപ്പൊടി അല്ലെങ്കിൽ കോൺഫ്ലവർ. ഞാനിവിടെ അരിപ്പൊടിയാണ് ചേർക്കുന്നത്. അത് നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം വെള്ളം ഒഴിച്ച്. തിക്കായിട്ടിരിക്കണം, തീരെ ലൂസ് ആവരുത്. ഇപ്പോൾ ഈ ഒരു ബാറ്ററിൽ കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വഴുതനങ്ങ എല്ലാം ഇട്ട് ഇളക്കി യോജിപ്പിച്ച് വയ്ക്കാം. ഇത് 20 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഈ അരപ്പൊക്കെ ആ ടൈമിൽ നന്നായിട്ട് ഇതിനകത്ത് പിടിക്കും. എന്നിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വയ്ക്കുക. ഇപ്പോൾ ഇത് ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഗ്യാസിലേക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ഈ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അടിക്കൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. 2 സൈഡും നമുക്ക് ഫ്രൈ ആക്കി എടുക്കണം. ഇത് ചൂടോടെ കഴിക്കാനാണ് നല്ലത്. നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. വഴുതനങ്ങ ഇഷ്ടമില്ലാത്തവർക്കും ഇത് ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. ഇനി ഇതൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമ്മൾ തീ കുറച്ച് കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഇപ്പോൾ ഇതൊരു വശം നന്നായിട്ട് ഇതായിട്ടുണ്ട്. അപ്പം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാ വഴുതനങ്ങയും ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. ഏകദേശം ഇത് 2 സൈഡും ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. ഇത് വളരെ ടേസ്റ്റാണ്. അരിപ്പൊടിയോ കോൺഫ്ലവറോ ചേർക്കുന്നത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കാനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.